തുടരും എന്നുള്ള മൂവി ഞങ്ങൾ ഇന്ന് കണ്ടു. ഞങ്ങളിവിടെ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. എന്നായിരുന്നു ഫസ്റ്റ് ഡേ ഞങ്ങൾ ഫസ്റ്റ് ഷോ കണ്ടു. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 4 മണി വെളുപ്പാങ്കൽ 4 മണി ഇപ്പോൾ ഷോ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോയുടെ റിവ്യൂ ഇടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും നല്ലൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയത്, അത് കാണാൻ പറ്റിയത്. കാരണം മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് വളരെയധികം ഇഷ്ടം തോന്നുകയും എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. അത്രയും ഒരു അടിപൊളി ഒരു മൂവിയാണിത്, അല്ലേ മാം? അതെ, എല്ലാവരും കണ്ടിരിക്കേണ്ടത്. ഞങ്ങൾ ആദ്യം ട്രെയിലർ കണ്ടപ്പോഴേക്കും വളരെ അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു. സാധാരണ ഒരു മൂവി ആയിട്ട് തോന്നി. പക്ഷെ റിവ്യൂ കുറെ പേര് റിവ്യൂ കേട്ടപ്പോഴേക്കും കണ്ടിരിക്കേണ്ട മൂവിയാണെന്ന് പറഞ്ഞു കേട്ടപ്പോ അങ്ങനെ ഇൻട്രസ്റ്റ് കയറിയ ഫസ്റ്റ് ഷോയിന് തന്നെ ഇന്ന് ഞങ്ങൾ പോയത്. ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കും എന്നാണ് ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എലമെന്റ് തോന്നിയില്ല അതിനകത്ത്. അപ്പോൾ പക്ഷേ ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ത്രില്ലർ മൂവി, എക്സ്ട്രീം ലെവൽ ക്രൈം ത്രില്ലർ സസ്പെൻസ് മൂവിയാണത്. ഒരു അടിപൊളി പ്ലോട്ടാണ്. അതുകൊണ്ട് അത് ആക്ടിങ്ങിനെ അത്രയും തന്നെ ഭംഗിയാക്കിയത് അതിൻ്റെ കഥ, ആ പ്ലോട്ട്. ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ ക്ലാസിക് ലെവൽ ക്രൈം ത്രില്ലറാണ്, അല്ലേ? കഥനെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? കഥനെ പറ്റി വെച്ചാല് കഥ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു കുറേ നാളുകൂടി നല്ലൊരു മലയാളം മൂവി കണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല സ്റ്റോറി, പിന്നെ എടുത്തു പറയേണ്ട മോഹൻലാലിന്റെ അഭിനയം. മോഹൻലാൽ നല്ല കുറേ നാളുകൂടി മോഹൻലാൽ എന്താ പറയാ നന്നായിട്ട് അഭിനയിച്ചു. നല്ലൊരു ഫാമിലി മൂവിയായിട്ട് ഇങ്ങനത്തെ വേഷം മോഹൻലാൽ ചേരുള്ളെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. നല്ല അടിപൊളിയായിട്ട് ക്യാരക്ടറായിട്ട് ഇഴകി ചേർന്ന് അഭിനയിച്ചു. മോഹൻലാലിന് മാത്രമേ ആ ഒരു മൂവിയിൽ ഓൺലി ഹീ ക്യാൻ പ്ലേ ദാറ്റ് റോൾ. അപ്പൊ മോഹൻലാൽ മാത്രമല്ല, അത് വില്ലൻ, മോഹൻലാലിനെക്കാട്ടും അടിപൊളിയാണ് എന്താ വില്ലൻ. പിന്നെ ശോഭന അടിപൊളിയാണ്. സൈഡ് റോൾ ചെയ്ത് എല്ലാവരും. ഇപ്പൊ കുറെ ഒക്കെ മരിച്ചോണ ആള്, ഞാനൊന്നും പറയാനുള്ള മരിച്ചോണ ആള്, എന്താ ആനന്ദത്തിൽ അഭിനയിച്ച ആള്, അതൊക്കെ പോസ്റ്ററിലും ട്രെയിലറിലും ഉള്ള കാര്യങ്ങളൊക്കെ അയാള്. പിന്നെ റോൾ എടുത്താക്കാരും പ്രത്യേകിച്ച് പറയേണ്ട മോഹൻലാലിന്റെ അഭിനയവും അതിനകത്ത് വില്ലനായിട്ട് വരുന്ന ആളുടെ അഭിനയം, രണ്ടുപേരും എക്സലന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലിന്റെ അഭിനയം അയ്യോ, അത് നമുക്ക് ആ ഓരോ സീനിലും നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് നല്ല അടിപൊളിയല്ല. വേഴ്സറ്റൈൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തേക്കുന്ന ദൃശ്യം എല്ലാവരും പറയുന്നുണ്ട്. കുറെ പേര് പറയുന്നത് ദൃശ്യത്തിന്റെ വേറെ എക്സാക്ട്ലി അത് ദൃശ്യം പോലെ തന്നെയാണ്. അത് എന്താ പറയണത്, ഇറ്റ്സ് ദെയർ ഔട്ട്. അപ്പൊ ഞാനായിട്ടത് പ്രത്യേകിച്ച് എടുത്ത് പറയണല്ല. ദൃശ്യത്തിന്റെ വേറൊരു മോഡൽ. പിന്നെ കുറെ സിനിമകളിൽ വന്നേക്കണ വേഷം തന്നെയാണ് മോഹൻലാൽ പിന്നീട്. ഒപ്പം, ദൃശ്യം, പിന്നെ ഒരു പഴയൊരു സിനിമയുണ്ട് മറ്റേ മുരളി ഗോപി ആയിട്ടുള്ളത്. അതൊക്കെ സെയിം സാധനം തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിന്റെ കഥ, ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ ലെവൽ ഡയറക്ഷനാണ്. ഇത് കഥ ഇപ്പൊ ഞാൻ പറഞ്ഞ ടൈം മിസ്റ്ററി ത്രില്ലർ ആയതുകൊണ്ട് അതിന്റെ ലേയേഴ്സ് വരുന്നത് ഒരു എന്താ പറയുക. ഇപ്പൊ സാധാരണ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അവസാനം ഒരാൾ മരിച്ചു, ഒരാൾ കൊന്നു, എന്താ അങ്ങനെയല്ല. ഇതിന് ലേയേഴ്സ് ഉണ്ട്. ഇതിന് ആ ലേയേഴ്സ് അൺറിവീൽ ആവണ ഒരു വൺ ബൈ വൺ അടിപൊളിയായിട്ട് അത് വളരെ ഡയറക്ഷൻ ഇസ് സൂപ്പർ ഇൻ ദാറ്റ്. അത്രയും ഒരു ഗംഭീര പടം. അവർക്ക് അഭിനയത്തെ പറ്റി എന്താണ് ശോഭന? അതിനകത്ത് അഭിനയം നമ്മളൊന്നും മോശമെന്ന് പറയാനില്ല. അതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയിട്ടും ഇപ്പം തന്നെ ഇതിൻ്റെ റിവ്യൂ ഇടാനുള്ള ഒരു കാരണം, ഒരുപാട് നാളോടി നല്ലൊരു മൂവി കണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. നല്ല സ്റ്റോറി, അഭിനയമാണെങ്കിൽ എല്ലാവരെയും അടിപൊളി അഭിനയം. എല്ലാവർക്കും ഉറപ്പായിട്ടും പോയി തിയേറ്ററിൽ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് വെറും ഒരു ക്രൈം ത്രില്ലറിൽ ഒരു മെസ്സേജ് ഉണ്ട്. ദേ ട്രൈ ടു കൺവേ എ മെസ്സേജ്. അതെന്താണെന്ന് ഞാൻ പറയാനുള്ള അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യത്തില്ല. പക്ഷെ ഒരു മെസ്സേജ് ഉള്ള ഒരു ക്രൈം ത്രില്ലറാണത്. അത് വെറും ഒരാൾ അങ്ങോട്ടും കൊന്ന് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സൂപ്പർബ് ലെവൽ ഡയറക്ഷൻ. ലൈക്ക് ഡെപ്തിൽ അവർ അണ്ടർസ്റ്റുഡ് വാട്ട് ദേ ട്രൈങ് ടു പിക്ചറൈസ്. അതിനകത്ത് കൺഫ്യൂഷൻസിന് വേണ്ടി കുറെ ക്യാമിയോ തന്നെയുണ്ട്. ഇപ്പം അർജുൻ അശോകൻ ക്യാമിയോ ഇട്ടുണ്ട്. അയാൾ ക്യാമിയോ ഇട്ട് വെറുതെ ഒരു വണ്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന സീനിയോട് സംശയം തോന്നും ഇയാളാണ് ഒരു സംശയ ക്യൂരിയോസിറ്റി കൊണ്ടുതന്നെയുണ്ട് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്. അല്ല, അതിനകത്ത് ഫസ്റ്റ് ഇപ്പൊ ഒരു ത്രില്ലറായിട്ട് നടക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്താ സംഭവിച്ചിരിക്കണേന്ന് നമുക്ക് ആദ്യം അതൊരു കാര്യം മനസ്സിലാവുമെങ്കിലും ആ മൂവി നമ്മൾ എൻഡ് വരെ വലിച്ചുകൊണ്ട് പോകും. അത്
അഭിനയത്തിന്റെ ഒരു കഴിവ് തന്നെ, മോഹൻലാലിന്റെ ഒരു അഭിനയവും മോഹൻലാൽ വില്ലന്റെ അഭിനയവും. അങ്ങനെ ശോഭന നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് റോളുകളേ ഉള്ളൂ, പക്ഷെ ആരും മോശമെന്ന് പറയാനില്ല. നല്ലൊരു മൂവി, കുറേ നാളുകൂടി നല്ലൊരു മൂവി മലയാള സിനിമയിൽ ഇറങ്ങിയേക്കണം, അതെല്ലാവരും പോയി കാണണം. ഈ സിനിമ ഇനിയും പല പല ഭാഷയിലേക്ക് ഇനി റീമേക്ക് വരും. കാരണം അത്രയും നല്ലൊരു കഥയാണ്, ഒരു വെർസറ്റൈൽ സ്റ്റോറി. നമ്മൾ ദൃശ്യം കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ ഒരു വേറൊരു വേർഷൻ ആയിട്ടുള്ള ഒരു മൂവി. ശരിക്കും അഡ്വർടൈസ് ചെയ്തത് ഒരു ഫാമിലി മൂവിയാണ്. അതിനകത്ത് മൂവിനെ പറ്റി കൂടുതൽ നമുക്കൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അത് ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണ്. കഥയിലോട് കാരണം അത്രയാണ് വാക്കുകൾ കടിച്ചു പിടിച്ച് സംസാരിക്കണം. കാരണം കഥ ഒരു ചെറിയ വാക്കിൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോണ കം. കാരണം ഇവരത് ഇത് ട്രെയിലറിൽ ശരിക്കും ഫാമിലി മൂവി അതൊന്നുമില്ല. അതെ, പക്ഷേ ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഞങ്ങള് തിയേറ്ററിൽ കണ്ട് ഫിലിം തീർന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കുറെ നേരം ഷോക്കായിരിക്കണേ. ആരും ഫിലിം കണ്ടിട്ട് എഴുന്നേറ്റ് പോകില്ല, ഇങ്ങനെ എല്ലാവരും മരവിച്ചിരിക്കണം. അത്ര ഉണ്ട് അതിനകത്ത്. നമുക്ക് ആ ഒരു നല്ല അറ്റാച്ച് ചെയ്യണ മൂവി, അറ്റാച്ച്മെന്റ് മൂവി. ഇമോഷണലി ഷേക്കിംഗ്, ഭയങ്കര ഇമോഷണൽ സ്റ്റോറിയാണത്. ശരിക്കും ഒരു ഇമോഷണലി ഡ്രിവൺ മൂവി. പക്ഷെ അത് എല്ലാവരും പോയി കാണേണ്ടതായിട്ടുള്ള മൂവി തന്നെയാണ്. അപ്പൊ ഇതാണ് മസ്റ്റായിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ അതിന്റെ റിവ്യൂ ഇട്ടത് തന്നെ. എല്ലാരും ഞങ്ങളുടെ റിവ്യൂ കണ്ടിട്ട് പോയി കാണുക, റിവ്യൂ കാണാതെ പോയി കാണുക. So overall it's a very good making, very good acting, മ്യൂസിക്കും അടിപൊളി, BGM-ഉം സൂപ്പർ. ആ ഒരു കുറേ സീനിൽ നമുക്ക് ഇങ്ങനെ സാഡ് ആയിട്ടുള്ള സീനുകൾ വരുമ്പോൾ BGM കയറി വരുന്നുണ്ട്. അത് ആ ഒരു സീനൊക്കെ ഭയങ്കര പറഞ്ഞ കഥ പറഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ നടക്കാത്തൊരു കാര്യം കാണിച്ചത് ആ ഒരു നാച്ചുറൽ കലാമിറ്റി എന്നൊരു സീനുണ്ട്. അത് നടന്നിട്ട് ബോഡി അന്ന് പൊങ്ങി വന്നതൊക്കെ നടക്കാത്തൊരു എലമെന്റ് ആണ്. അതെന്താ പറയണത്, പക്ഷെ അതൊന്നൊരു ഫ്ലോയേ ഇല്ല. ഇറ്റ്സ് നോട്ട് എ ഫ്ലോ, ഇറ്റ്സ് ലൈക്ക് എ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന രീതിയിലാണ് കാണിച്ചത്. ബട്ട് സൂപ്പർ. ഓക്കെ, ബൈ ബൈ. ബൈ.